മലയാള വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം, ലൈവിലേക്ക് സ്വാഗതം. ഇന്നും ഒരു എക്സ്ക്ലൂസീവ് സംഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഓണമാണ്, ഓണക്കാലമാണ്. ഇനി അധിക ദിവസമൊന്നുമില്ല ഓണം വരാനായിട്ട്. ഉത്രാടപ്പാച്ചിലുണ്ട്, തിരുവോണമുണ്ട്, അത്തമുണ്ട്, ചതയുണ്ട്. അങ്ങനെ നമ്മൾ ഈ വർഷം ഓണം അങ്ങോട്ട് തകർക്കാൻ പോവാണ്, ആഘോഷമാക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള, കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങളിലേക്ക്, നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? ചെറിയൊരു വയലിന്റെ ശബ്ദം എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാനിവിടെ ഒന്ന് പറയുന്നുണ്ട് കറക്റ്റായിട്ട്. വായിച്ചോ? എങ്ങനെയുണ്ട്? എവിടെന്നെങ്കിലും കേൾക്കണ്ടോ? യെസ്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിന്ന് ഫെലോഷിപ്പ് നേടിയ കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വയലിനിസ്റ്റിന്റെ അടുത്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഒരു ഗംഭീര കക്ഷിയാണ്, ഒരു പെൺപുലിയാണ്. നമസ്കാരം മോളെ, പേരെന്താ? എന്റെ പേര് മാർട്ടിന ചാൾസ്. എന്റെ പേര് മാർട്ടിന ചാൾസ്. മാർട്ടിന ചാൾസ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന മാർട്ടിനയുടെ വീട്ടിലാണ്, വീടിന്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ. നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു, ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓണമാണല്ലോ, ഓണം ബേസ് ചെയ്ത് നമുക്കൊരു ചെറിയൊരു തീം വായിച്ചാലോ? ഓക്കെ. നൈസ്, അടിപൊളി. അപ്പൊ എന്തായാലും രാവിലെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, എനിക്ക് തോന്നുന്നു കുറച്ച് സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലെ? നമുക്ക് രാവിലെ എഴുതുമ്പോൾ തന്നെ വളരെ എന്താ പറയാ, വളരെ മനസ്സിന് സന്തോഷം തോന്നുന്നു. കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ആ ദിവസം തന്നെ ഭയങ്കര പോസിറ്റീവ്. മോളെ, നമ്മളിപ്പോ നിൽക്കുന്നത് കളമശ്ശേരിയിലാണ് അല്ലെ? ഓക്കെ. കണ്ടുകൊണ്ടിരിക്കുന്ന മലയാള വാർത്തയുടെ പ്രേക്ഷകർ, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, മാർട്ടീനിയ എന്ന് പറയുന്ന മോളുടെ അടുത്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. മോളെ, എനിക്ക് തോന്നുന്നു കുറെ നാളായില്ല വയലിൻ പഠിക്കാനൊക്കെ തുടങ്ങിയിട്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു വയലിൻ, ഈ ഒരു എന്താ പറയുക, ഇൻസ്ട്രുമെന്റ്സിലേക്കൊക്കെ വരുന്നത്? എന്റെ അപ്പ കീബോർഡിസ്റ്റ് ആണ്. അന്നേരം ചെറുപ്പം മുതലേ ഈ വയലിന്റെ ടോണ് കേൾക്കുന്ന സമയത്ത്, കീബോർഡിൽ പാട്ടൊക്കെ സീക്വൻസ് ചെയ്യുന്ന സമയത്ത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 6 വയസ്സായപ്പോൾ അപ്പനോട് പറഞ്ഞു എന്നെ വയലിൻ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ കണ്ണൂരുള്ള സൈനോര ഫിലിപ്പ് അറിയില്ലേ? അല്ല ഫാദർ ഫിലിപ്പ് ഫെർണാണ്ടസ് മാഷാണ് എന്നെ ഫസ്റ്റ് പഠിപ്പിച്ചത്. പിന്നെ തൃശ്ശൂരുള്ള ചേതന മ്യൂസിക് അക്കാദമി ഡയറക്ടർ ഫാദർ തോമസ് ചക്കാലമറ്റ CMI അച്ഛനെ വിളിച്ചിട്ട് ഞങ്ങൾ തൃശ്ശൂരോട്ട് താമസം മാറി, അവിടെ നിന്ന് പഠിച്ചു. പിന്നെ ഇപ്പം എറണാകുളത്തുള്ള കരോൾ ജോർജ് മാഷാണ് ഇപ്പൊ പഠിക്കുന്നത്. ഓക്കെ. എനിക്ക് തോന്നുന്നു പഠിക്കാൻ ഏറ്റവും പാടുള്ള ഒരു ഉപകരണം എന്ന് പറയുന്നത്, ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന വയലിനാണ്. എല്ലാ ഉപകരണങ്ങളെക്കാളും പാടുള്ള, ഇതിപ്പോ വയലിൻ തന്നെ തെരഞ്ഞെടുക്കാൻ കാരണം എന്താ? മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കുമോള്? ഇല്ല, വേറെ ഒന്നും വായിക്കില്ല, പിയാനോ പഠിക്കാൻ തുടങ്ങുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ കമന്റ് വന്നു തുടങ്ങി. ഓണം ആയതുകൊണ്ട് തന്നെ ടെക്നിക്കൽ രാജീവ് എന്തെങ്കിലും കമന്റ് വന്നു തുടങ്ങിയോ? ഓണം ബേസ് ആണ്. അപ്പൊ ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞോട്ടെ. നമുക്ക് വയലിൻ എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ഒത്തിരി നല്ല സിനിമകളുണ്ട്. ഇപ്പൊ വയലിൻ എന്ന് പറയുമ്പോൾ തന്നെ കസ്തൂരിമാൻ സിനിമയിൽ നമുക്ക് വയലിൻ ആ ഒരു തീം മ്യൂസിക് ഭയങ്കര രസമാണ്. അപ്പൊ ഒന്ന് വായിക്കും, ഭയങ്കര ഒരു ഫീൽ ഫ്രഷ് ആയിക്കോട്ടെ അല്ലേ?
അത്ഭുതമാണ്. എനിക്ക് തോന്നുന്നു പ്രതിഭയാണ്, പ്രതിഭാസമാണ്, പരിചയപ്പെടേണ്ട ആളാണ് തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 4 കമ്പിൽ നിന്ന് വരുന്ന ശബ്ദമാണ് അല്ലേ? ഈ 4 കമ്പിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വയലിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ആദ്യം ഓടിയെത്തുന്നത് ബാദൽ ഭാസ്കറിന്റെ ചിത്രമാണ് അല്ലെ? മോൾക്ക് അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകം ഒരു ഇഷ്ടമുള്ള ഒരു വയലിനിസ്റ്റ് ആരായിരിക്കും? എനിക്ക് വെസ്റ്റേൺ ക്ലാസിക്കലാണ് ഞാൻ പഠിക്കുന്നത്. അതുകൊണ്ട് പെർഫോമൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇറ്റ്സാക് പേൾമാൻ എന്ന് പറഞ്ഞ വയലിനിസ്റ്റും പിന്നെ ഹിലരി ഹാൻ എന്ന് പറഞ്ഞ വയലിനിസ്റ്റുമാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ അച്ഛനും അമ്മയെ നമുക്ക് പരിചയപ്പെടുത്തണ്ടേ? അവർ രണ്ടുപേരും അവിടെ മാറിക്കോ, അയ്യോ ഞങ്ങളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ അയ്യോ എന്റെ പൊന്നു മോനെ വിളിക്കല്ലേ, ചേച്ചി വാ. ചേട്ടൻ ഇത്രയും, അതായത് നമുക്കറിയാം നമ്മള് മക്കള് കലാകാരന്മാരാകണം അല്ലെങ്കിൽ കലയോട് താല്പര്യമുള്ളവരാവണം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛനും അമ്മയും. ഈ അതായത് നമ്മുടെ മാർട്ടിനി മോളുടെ ഏറ്റവും വലിയൊരു ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മളല്ലേ മോളുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനല്ലേ? അമ്മ രണ്ടുപേരും ഉണ്ട്, പക്ഷെ അച്ഛനാണ് ഇച്ചിരിയും കൂടി ഒരു അങ്ങ് തള്ളി അങ്ങ് വിടും. അച്ഛാ വാ, നമസ്കാരം, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം, ലൈവിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ രാവിലെ എല്ലാരും ജോലിക്കൊക്കെ പോകാനുള്ള തിരക്കിലാണ്. നമസ്കാരം ചേച്ചി, വാ. ചേച്ചി പേരെന്താ? ഷൈനി. ഷൈനി ചേച്ചി. ഓക്കെ, ചേട്ടന്റെ പേര്? ചാൾസ്. ചേട്ടനാണ് വയലിനോടുള്ള ഒരു ആദ്യം ചേട്ടൻ ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് 6 വയസ്സായപ്പോ പഠിപ്പിക്കാൻ തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഇപ്പോ എന്താ പറയാ ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിന്ന് ഫെലോഷിപ്പ് കിട്ടിയിരിക്കുന്നു, അതല്ലാതെ വേറെയും പുരസ്കാരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പറഞ്ഞോ, എന്തിനു കാണിക്കണ? ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിന്ന് ഫെലോഷിപ്പ് നേടാൻ കഴിഞ്ഞു. അത് കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞതാണ്. പിന്നെ ഓൾ ഇന്ത്യ കോൺബ്രിയോ വയലിൻ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ ലെവലില്. അതില് ജൂനിയർ ഫസ്റ്റ് നേടാൻ പറ്റി, സീനിയറും ഫസ്റ്റ്. സീനിയർ 35 വയസ്സ് വരെ ഉള്ളവരോടാണ് മത്സരിച്ചത്. അതെ, അതിലും ഫസ്റ്റ് നേടാൻ പറ്റി. പിന്നെ സൗത്ത് ഏഷ്യൻ സിംഫണി 8 രാജ്യങ്ങളുടെ സിംഫണി ഓർക്കസ്ട്രയാണ്, അതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് മാർട്ടിന്. ഓക്കെ, ഇപ്പൊ നമ്മള് അച്ഛന് ഭയങ്കര, എനിക്ക് തോന്നുന്നു പെൺമക്കളുടെ അല്ലെങ്കിൽ മക്കളുടെ ഏറ്റവും വലിയ വളർച്ചയിൽ പെൺമക്കളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കാണുന്ന അച്ഛനായിരിക്കും അല്ലെ? മറിച്ച് ആൺമക്കളുടെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കാണുന്ന അമ്മയായിരിക്കും. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് അമ്മ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് മോളെ ഈ ഒരു പാട്ട് നീ ഒന്ന് വായിച്ചു തരുമോ എന്ന് എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ അമ്മ? എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടൊക്കെ ഏതാണ് ഇഷ്ടപ്പെടുന്ന പാട്ട്? അത് മിഴിയോരം പറയാറുണ്ട്. മിഴിയോരം നനഞ്ഞു, അങ്ങനെ അല്ലേ വരികൾ? ഒന്ന് വായിക്കോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. പ്രേക്ഷകർ കമന്റ് ഒക്കെ വന്നു തുടങ്ങിയോ? അപ്പൊ പ്രേക്ഷകർ തിരുവോണമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പാട്ട് കഴിഞ്ഞിട്ട് അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ്, അമ്മ പാട്ട് ചോദിക്കാറുണ്ട്. അത് ഏത് സിനിമയിലെ പാട്ടാ? അത് സിനിമ പേര് എനിക്ക് ഓർമ്മയില്ല. ഇല്ല, നമുക്ക് വയലിനിസ്റ്റിനോട് ചോദിക്കാം ഏത് സിനിമയിലെ പാട്ടാ. എനിക്ക് എന്നോടൊന്നും ചോദിക്കരുത്. ഓക്കെ, നമ്മള് ഏത് ഈ പാട്ട് എഴുതാറാണ്? ചെറിയമൽ ദേവ് സാറ്. ഓക്കെ, സംഗീതം ആരാണ്? സംഗീതമാണ് ചെറിയമൽ ദേവ്. ഞാൻ എഴുതിയതാരാണ്? അറിയില്ല, ഏത് സിനിമയാണ്? അതും എനിക്കറിയത്തില്ല, ഞാൻ സിനിമ കാണാറ്. മിഴിയോരം, അത് എനിക്ക് ഒന്ന് നോക്കത്തതെടുത്ത് കണ്ടിട്ടാണോ? അതാ അതേമേ കമന്റ് ഇടുന്നവർക്ക് ഒരു മര്യാദ ഇല്ലാത്ത ആൾക്കാരാണ്. ഓക്കെ, മിഴിയോരം നനഞ്ഞൊഴുകും തിരുവോണരാവെന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങ് പോവാലോ. ഈ പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങ് പോവാം. മിഴിയോരം അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയുടെ ഫേവറേറ്റ് സോങ് ആണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണല്ലേ? ആ പാട്ട് വരി വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ. എനിക്ക് തോന്നുന്നു ഈ പടത്തിന്റെ പേരൊക്കെ തെറ്റിച്ചു പറഞ്ഞാൽ ലാലേട്ടൻ ഫ്രണ്ട്സ് ഒക്കെ ചീത്ത പറയും. എന്തായാലും നമ്മുടെ ലാലേട്ടന്റെ ആദ്യത്തെ ചിത്രമാണല്ലേ? ഓക്കെ, പുറത്തിറങ്ങിയത് ആദ്യ ചിത്രം തിരുനോട്ടം വരുന്നു, അതിനുശേഷം വരുന്ന ചിത്രമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് പാടിയത്. ഓക്കെ, തിരുവോണത്തിന് ബേസ് ചെയ്തൊരു പാട്ട് പാടല്ലോ. ഇവിടെ അടുത്ത് ട്രെയിൻ പോകുന്ന കളമശ്ശേരി റെഡിഷൻ അടുത്തായതുകൊണ്ട് ട്രെയിനൊക്കെ പോകുന്നുണ്ടല്ലേ? ഓക്കെ, രാവിലെ ട്രെയിനിന്റെ ശബ്ദമൊക്കെ ആയിട്ട് ആ ഒരു മ്യൂസിക്കിന്റെയും കിളികളുടെ കളകളാരവങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അത് നമുക്ക് ഒരു ഓണത്തിന്റെ ഒരു തീം മ്യൂസിക് വായിക്കാമല്ലോ. ഓക്കെ, തീർച്ചയായും.
മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്ന്. വളരെ മനോഹരമായിട്ടുള്ള ലൈവാണ്. തിരുവോണരാവ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഫോണിൽ കോളൊക്കെ തുടങ്ങി. എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും പോട്ടെ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈവായിരുന്നു. ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ പാട്ട് വയ്ക്കുന്നുണ്ട്. ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ നമ്മള് ഫസ്റ്റ് ഓണപ്പാട്ടുണ്ടല്ലോ, അതാണ് അതറിയില്ല, കൂടുതൽ അങ്ങനെ അറിയത്തില്ല, കൂടുതലും ക്ലാസിക്കലാണ് നോക്കുന്നത്. ഓക്കെ ഓക്കെ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ലൈവായിരുന്നു. ഒരു പാട്ട് കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കമന്റ് പ്രേക്ഷകർ ചോദിക്കാണ്, മലയാളത്തെ പ്രേക്ഷകർ പറയുന്ന ഒരു പാട്ട് കൂടി വേണമെന്ന് പറഞ്ഞോളൂ. ഒരു പാട്ട് കൂടി പറഞ്ഞോ. ഒരു തമിഴായാലോ നമുക്ക്? ഇപ്പൊ മലയാളമാണല്ലോ പോയത്. ഏതൊരു തമിഴ് സോങ്, ഒരു അടിച്ചുപൊളി തമിഴ് സോങ് ആയാലോ? കാതലിനോ ജെന്റിൽമാനിലോ ഏതെങ്കിലും പാട്ടൊക്കെ പഠിക്കും. ബോയ്സിലെ പാട്ട് പാടോ? ഏതെങ്കിലും. ഓക്കെ, എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈവ് ആയിരുന്നു. എന്തായാലും താങ്ക് യു. എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് കോൾ വന്നു തുടങ്ങി, ആളുകൾ വിളിച്ചോണ്ടിരിക്കുകയാണ് എന്നെ ഇങ്ങോട്ട്. എന്തായാലും ഇത് കണ്ടിട്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, അച്ഛൻ അമ്മ ഇങ്ങോട്ട് അടുത്ത് വരും. മക്കളെ എപ്പോഴും നമ്മൾ വളർത്തുമ്പോൾ കലാകാരന്മാരായിട്ട് വളർത്താൻ ശ്രമിക്കുക. കാരണം ഒരു കലാവാസനകൾ എപ്പോഴും നല്ലതാണ്. കാരണം ഒരു കൈത്തൊഴിൽ എനിക്ക് എപ്പോഴും നല്ലതല്ലേ അല്ലേ? കൈത്തൊഴിൽ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഉള്ളിലൊരു സഹൃദയം ഉണ്ടെങ്കിൽ, ഒരു കലാഹൃദയം ഉണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ എന്തായാലും ഇത് കാണുന്ന മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് അങ്ങനെയൊന്നും പറയാനില്ല. ഓക്കെ, ചിരിയാണ് ചേട്ടന്റെ മെയിൻ, ചേട്ടന്റെയും ചേച്ചിയുടെയും മോളുടെയൊക്കെ മെയിൻ എന്ന് പറയുന്നത് ചിരിയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. ക്യാമറമാൻ രാജീവായ പറമ്പിനോടൊപ്പം അത് നാരായണൻ. ഒരു 2 സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഒരു അടിപൊളി സാധനം വായിച്ചോ. ക്ലാസിക്കലി. താങ്ക് യു. അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ട് കാഴ്ചകൾ കണ്ട് ഇനി പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. എന്തായാലും അടുത്ത ദിവസം അടുത്ത ലൈവുമായിട്ട് കാണാം. അതുവരെ ക്യാമറമാൻ രാജീവായ പറമ്പിനോടൊപ്പം ആദ്യാരനും മാർട്ടിൻ ചാനും മാർട്ടിന ചാൻസ് അല്ലേ? ഓക്കെ, താങ്ക് യു. ടാറ്റ.